നേതൃത്വത്തോട് ഇടഞ്ഞ് വിമതസ്വരമുയർത്തി ബി.ജെ.പി. നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. ബി.ജെ.പിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പ്രവേശനം പ്രഖ്യാപിച്ചത്. ബി.ജെ.പി. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി മാറി ആ സാഹചര്യമാണ് സ്നേഹത്തിന്റെ കടയിൽ ഒരു അംഗത്വം എടുക്കുന്ന നിലയിലേക്ക് എത്തിച്ചത്. താൻ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞത് ഇവിടെ ഇരിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവും മാത്രമാണ് എന്നും സന്ദീപ് പറഞ്ഞു. ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ കഠിനമായ പദങ്ങൾ പറഞ്ഞത് ബി.ജെ.പിക്ക് വേണ്ടിയാണ്. മനുഷ്യപക്ഷത്തു നിന്ന് നിലപാട് പറയാൻ പോലും ബി.ജെ.പിക്ക് പറ്റിയില്ല. ബി.ജെ.പിക്ക് ഉള്ളിൽ വീർപ്പ് മുട്ടുകയായിരുന്നു. തന്റെ നാട്ടുകാരുടെ മതം തിരയാൻ താല്പര്യമില്ല എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പിന്നാലെയായിരുന്നു സന്ദീപ് വാര്യർ ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത്. പിന്നീട് സന്ദീപ് വാര്യർ CPM-ലേക്ക് ചേക്കേറിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സന്ദീപ് വാര്യരെ മുതിർന്ന CPM നേതാവ് A.K. ബാലൻ പരസ്യമായി സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സന്ദീപ് അപ്രതീക്ഷിതമായി കോൺഗ്രസ് പ്രവേശനം പ്രഖ്യാപിക്കുന്നത്. നിലവിൽ ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ് സന്ദീപ് വാര്യർ. ബി.ജെ.പിയിൽ നിന്ന് പല സമയത്തും അപമാനം നേരിട്ടിട്ടുണ്ട് എന്നും ഇത് പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രഖ്യാപിച്ചായിരുന്നു സന്ദീപ് വാര്യർ പാർട്ടിയോടുള്ള അതൃപ്തി പരസ്യമാക്കിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ മാറ്റി നിർത്തിയതോടെയാണ് സന്ദീപ് നിലപാട് വ്യക്തമാക്കിയത്. RSS ഉൾപ്പെടെ ഇടപെട്ട് സന്ദീപിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടിരുന്നില്ല. പിന്നാലെയാണ് ഇപ്പോഴത്തെ അപ്രതീക്ഷിത നീക്കം നടന്നത്. കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരെ പരിഹസിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി. കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞ് സന്ദീപ് കോൺഗ്രസിൽ പോയി മൊഹബത്ത് കാ ദുഖാനിൽ വലിയ കസേരകൾ കിട്ടട്ടെ എന്നും സുരേന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസിലെ പരാജയത്തിന്റെ ആഴം എത്രമാത്രം ഉണ്ട് എന്നതിന് തെളിവാണ് സന്ദീപിനെ സ്വീകരിച്ചത്. ശ്രീനിവാസൻ കൊലപാതകങ്ങളുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടിക്കാഴ്ച നടത്തിയ ദിവസം തന്നെയാണ് സന്ദീപിന്റെ തീരുമാനം. സന്ദീപിന്റെ പോക്ക് കേരളത്തിലോ ബി.ജെ.പിക്കുള്ളിലോ ഒരു ചലനവും ഉണ്ടാക്കില്ല. സന്ദീപിനെതിരെ പാർട്ടി നേരത്തെ നടപടിയെടുത്തതുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലായിരുന്നില്ല. അന്ന് അക്കാര്യം പുറത്തു പറയാതിരുന്നത് രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കേണ്ട സാമാന്യ മര്യാദയുടെ പുറത്താണ്. സന്ദീപിനെ പോലെ ഒരാളെ കോൺഗ്രസ് മുറുകെ പിടിക്കണം. സ്നേഹത്തിന്റെ കടയിൽ വലിയ കസേരകൾ ലഭിക്കട്ടെ. പാർട്ടി മാറ്റം നേരത്തെ ഉണ്ടാക്കിയ തിരക്കഥയാണ്. സന്ദീപ് ബലിദാനികളെ വഞ്ചിച്ചു എന്നും സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എത്തിയത് നല്ല കാര്യമാണെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. 2 ആഴ്ച മുമ്പ് വരാമായിരുന്നു. പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചാരണത്തിന് പോകാമായിരുന്നു. രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിന് ക്ഷമാപണം ആകുമായിരുന്നു എന്നും മുരളീധരൻ പറഞ്ഞു. സ്നേഹത്തിന്റെ കടയിലെ മെമ്പർഷിപ്പ് എപ്പോഴും നിലനിർത്തണം. വീണ്ടും വെറുപ്പിന്റെ കടയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത്. ഗാന്ധിവധം സംബന്ധിച്ച് പരാമർശം ബി.ജെ.പിക്ക് വേണ്ടി പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെപ്പറ്റി ആലോചിക്കേണ്ടതില്ല എന്ന് മുരളീധരൻ കൂട്ടിച്ചേർത്തു. അതേസമയം മുങ്ങാൻ പോകുന്ന കപ്പലിലാണ് സന്ദീപ് വാര്യർ കയറിയതെന്നും സ്നേഹത്തിന്റെ കടയിലല്ല അംഗത്വം എടുക്കുന്നത് എന്നും വെറുപ്പിന്റെയും പാപികളുടെയും ഇടയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുമാണ് പത്മജ വേണുഗോപാലിന്റെ പ്രതികരണം. ഇനി ഇത്രയും കാലം പറഞ്ഞതൊക്കെ വിഴുങ്ങേണ്ടി എന്നും ഇപ്പോഴെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് കാലം തെളിയിക്കുമെന്നും പത്മജ വേണുഗോപാലും പറഞ്ഞു. സന്ദീപിനെ ഇവിടെ കിട്ടിയതിനേക്കാൾ വലിയ കസേരകൾ കിട്ടട്ടെ എന്നായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പരിഹാസപൂർണ്ണം അവസാനം പറഞ്ഞിരുന്നത്.